ഉണ്ടാക്കാൻ പോകുന്നത് റവ ചേർത്തിട്ടുള്ള ഒരു ദോശ കേട്ടോ. ഇതിൻ്റെ അകത്ത് ഞാൻ ഇഞ്ചി, സവാള, പച്ചമുളക്, മല്ലിയിലയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചേർക്കുമ്പോൾ ഈ ദോശയ്ക്ക് നല്ലൊരു ടേസ്റ്റാണിത്. ഇങ്ങനെ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കറിയുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. ആ ചുമ്മാതെ ആണെങ്കിലും കഴിക്കാൻ നല്ലതാട്ടോ. ഇതിൻ്റെ കൂടെ ചട്നി വേണം എന്നുണ്ടെങ്കിൽ മിൻ ചട്നി ആയിരിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ കേട്ടോ. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് 1/2 കപ്പ് റോസ്റ്റഡ് റവ, 1/2 കപ്പ് വറുത്ത അരിപ്പൊടി, ഇത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്, മൈദ 1/4 കപ്പ്, 1 ടേബിൾ സ്പൂൺ തൈര്, കുറച്ച് ഉപ്പ്, 1 കപ്പ് വെള്ളം. 1 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ അകത്ത് ഒരുപാട് വെള്ളം ചേർക്കണം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ പൊടികളൊന്നും നന്നായിട്ട് മിക്സ് ആവത്തില്ല. ഇപ്പോൾ ഇതാ അതൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ചേർക്കാം. വീണ്ടും 1 കപ്പ് വെള്ളം തന്നെ ചേർക്കാം. ഇത് നമ്മുടെ നീർദോശയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിന്. ഇതിപ്പോൾ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവാള 1/3 കപ്പ് നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുക്കണം. ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, 1 പച്ചമുളക് കുഞ്ഞായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില കുഞ്ഞായിട്ട് അരിഞ്ഞത്, മല്ലിയില കുഞ്ഞായിട്ട് അരിഞ്ഞത്, 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു അരമണിക്കൂർ നേരത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. എന്നാത്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് റവയും അരിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തായെന്ന്. ഇതിൻ്റെ അകത്ത് നമ്മൾ ചേർത്തേക്കുന്ന റവ നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഈ മാവ് ഒന്ന് തിക്കായിട്ടുണ്ട് എന്നും പറഞ്ഞാൽ നമ്മൾ ദോശമാവിൻ്റെ പരുവമൊന്നുമല്ല കേട്ടോ. അപ്പം ഈ റവ ദോശ എന്ന് പറഞ്ഞാൽ നമ്മൾ നീർദോശ ഉണ്ടാക്കുന്ന പോലെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് കുറച്ചും കൂടെ വെള്ളം വേണം. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടെ ചേർക്കണേണ്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ടോട്ടൽ 3 കപ്പ് വെള്ളമാട്ടോ ചേർത്തേക്കുന്നത്. 250 ml കപ്പാണ്. അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതുപോലെ നല്ല വെള്ളം പോലെ ആയിരിക്കണം ഇരിക്കേണ്ടത്. നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കുന്ന അതേ കൺസിസ്റ്റൻസി തന്നെ കേട്ടോ ഇതിനും. ഇതുണ്ട്, ഇതുപോലെ ഇരിക്കണം. അപ്പോൾ ഇതിനകത്ത് ചേർത്തേക്കുന്ന റവയും അരിപ്പൊടിയൊക്കെ നന്നായിട്ട് ഇതിൻ്റെ അകത്ത് അലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാൻ ഇതിനായിട്ട് ഒരു ദോശത്തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കാം. അതിന് എന്ത് എണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതിന് നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണ, വെളിച്ചെണ്ണ, ഓയിൽ എന്താണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. ഈ മാവ് ഒഴിക്കാൻ വേണ്ടിയിട്ട് നല്ല കുഴിയുള്ള തവി എടുക്കാം. അതല്ലെങ്കിൽ ഗ്ലാസ് എടുത്താലും മതിയാവും കേട്ടോ. ഇനി ഇതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിക്കുന്നതിന് മുന്നേ ഇതുപോലെ ഒന്ന് കലക്കി കൊടുക്കണം. ഇത് വെറുതെ വെള്ളം പോലെ കിടക്കുമല്ലേ, എല്ലാം കൂടെ അടിഞ്ഞിരിക്കുമായിരിക്കും. നമ്മുടെ ദോശത്തവ നല്ലതുപോലെ ചൂടായിട്ടിരിക്കുവാണേ. നമ്മളിങ്ങനെ ഒഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഹോൾസ് വരണം. ഒരുപാട് കട്ടിയാകാൻ പാടില്ല കേട്ടോ. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം. ഇത് കുറച്ച് താമസം ഉണ്ടാവും ഇതൊന്ന് മൂത്ത് വരാനായിട്ട്. മോൾ വെച്ച് സെറ്റായി തുടങ്ങുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുക്കാം. ഇത് ഒരു മീഡിയം ഹീറ്റിലിട്ടിട്ടേ ചുട്ടെടുക്കാൻ പാടുള്ളൂ കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അടിവശം അങ്ങോട്ട് മൂത്ത് പോവുകയും ചെയ്യും. മോൾ വെച്ച് ഒട്ടും മൂക്കത്തില്ല. അതായത് മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായി തുടങ്ങുമ്പോൾ നമുക്കിത് തവയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ ഇത് കണക്ക് ഞാൻ എല്ലാം ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാൻ ഇതുപോലെ റവ ദോശ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ ടെൻഷനൊന്നും ആകണ്ട. അത് ദോശത്തവയുടെ ചൂട് കറക്റ്റ് ആകാത്തത് കൊണ്ടാട്ടോ. അതുപോലെ എണ്ണയും ഒന്ന് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ. ദോശമാവൊക്കെ ആണെന്നുണ്ടെങ്കിൽ നോൺ സ്റ്റിക്കിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ എണ്ണ ചേർത്തില്ലെങ്കിലും അത് ഇളകി വരും. ഇങ്ങനത്തെയൊക്കെ ആകുമ്പോഴത്തേക്കും ഇതുപോലെ റവ ദോശയൊക്കെ ആകുമ്പോൾ കുറേ വെള്ളം ചേർത്തിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലൊന്ന് പിടിച്ചിരിക്കാൻ ചാൻസ് കൂടുതലാണ്. കുറച്ചധികം എണ്ണ തേച്ചിട്ട് തന്നെ അത് ചുട്ടെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് കോമ്പിനേഷനായിട്ട് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ചട്നിയാണ് അല്ലെങ്കിൽ മിൻ ചട്നി കേട്ടോ. ഇതിന് ഇങ്ങനത്തെ ചട്നിയാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരുമല്ലോ. ആ ബെല്ലൈക്കണിൽ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ ലിങ്ക് അപ്പം തന്നെ കിട്ടുള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.